ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു 4 ബെഡ്റൂമിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ 6 മീറ്ററിലധികം വീതി വരുന്ന വലിയ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 580 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2150 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി കൂടാതെ സ്റ്റഡി ഏരിയ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4.5 കിലോമീറ്ററും കൂടാതെ ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 1.5 കിലോമീറ്ററുമാണ് വരുന്നത്. മനോഹരമായൊരു കൊളോണിയൽ സ്റ്റൈൽ എലിവേഷൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. 100% നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 4 ബാൽക്കണികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മനോഹരമായൊരു വീട് തന്നെയാണിത്. GA ട്യൂബുകളും CNC കട്ടിങ്ങും LED ലൈറ്റൊക്കെ കൊടുത്ത് വളരെ ഗംഭീരമാക്കി തന്നെ ചെയ്തിരിക്കുന്ന നീളമേറിയൊരു ചുറ്റുമതിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് വീടിൻ്റെ ഗേറ്റുകൾ കൊടുത്തിരിക്കുന്നത്. ആൻറ്റിക് ലുക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഗേറ്റ് ലാമ്പുകളും ഇവിടെ നമുക്ക് കാണാം. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ വിശാലമായ മുറ്റത്തേക്കാണ്. മുറ്റം കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആദ്യമായി കാണുന്നത് ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയാണ്. ഒരു SUV കാർ നമുക്കിവിടെ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. അത് കൂടാതെ തന്നെ മറ്റൊരു വലിയ വാഹനം കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീടിൻ്റെ മുന്നിലായി നമുക്ക് കാണാം. ഈ വീടിൻ്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KWA വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. കിണർ പിന്നിലായി ചെറിയൊരു ഗാർഡൻ വർക്കും ചെയ്തിട്ടുണ്ട്. പെബിൾസ് ഒക്കെ ഇട്ട് ഭംഗിയുള്ള മറ്റൊരു ഗാർഡൻ ഏരിയ കൂടി ഇവിടെ നമുക്ക് കാണാം. കടപ്പാക്കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് മുറ്റം മുഴുവനായി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 4 കാറുകളോളം നമുക്ക് ഈ വീടിന് മുന്നിൽ ഒരേ സമയം പാർക്ക് ചെയ്യാവുന്നതാണ്. അത്രമാത്രം സ്പേഷ്യസ് ആയ ഒരു കാർ പാർക്കിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. നടന്നു കയറാവുന്ന രീതിയിൽ ഇവിടെ ഒരു ഫോൾഡിംഗ് ഗേറ്റും ബിൽഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുഴുവനായി ഗ്രാനൈറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ക്ലാഡിംഗ് സ്റ്റോൺ വർക്കും സിറ്റ് ഔട്ടിലെ പില്ലറിൽ നൽകിയിട്ടുണ്ട്. മോഡേൺ ലുക്കിൽ തന്നെയാണ് വീടിൻ്റെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി ഈ വീടിൻ്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. ആദ്യമായി നമ്മൾ കാണുന്നത് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ തന്നെയാണ്. L ഷേപ്പിൽ ഒരു കോർണർ സെറ്റ് നമുക്കിവിടെ ഇടാവുന്നതാണ്. മൾട്ടിവുഡും PVC പാനലുകളൊക്കെ കൊടുത്ത് ഒരു ഡബിൾ ഹൈറ്റഡ് ഏരിയ ഒക്കെയാണ് ഈ ലിവിംഗ് ഏരിയ നൽകിയിരിക്കുന്നത്. വിൻഡോസ് എല്ലാം പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് വളരെ സ്റ്റാൻഡേർഡാക്കി തന്നെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ നമുക്കിവിടെ സുഖമായി പ്ലേസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ ഡൈനിങ് ഏരിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഈ ഭാഗത്തായി നമുക്ക് കാണാം. മോഡേൺ സ്റ്റൈലിലുള്ള ഒരു വാഷ് ബേസിൻ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു വരുന്നത് ഈ വീടിൻ്റെ കിച്ചണിലേക്കാണ്. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാം കളറിലുള്ള 3 ഹാങ്ങിങ് ലൈറ്റുകളും കിച്ചണിലേക്കുള്ള എൻട്രൻസിൽ നമുക്ക് കാണാം. വളരെ സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെയാണ് ബിൽഡർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 പാർട്ടുകളായി തിരിച്ചാണ് ഈ വീടിൻ്റെ കിച്ചൺ കാണാൻ സാധിക്കുന്നത്. ഒരു ഭാഗത്തായി ഫ്രിഡ്ജ് വെക്കുന്നതിനായിട്ടുള്ള ഡെഡിക്കേറ്റഡ് സ്പോട്ടും നമുക്കിവിടെ കാണാം. താഴെയും മുകളിലുമെല്ലാം ആവശ്യത്തിന് കബോർഡ് വർക്കുകളും കൊടുത്തിട്ടുണ്ട്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിൻ്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബിൽഡർ ഇവിടെ ഒരു ചിമ്മിണിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ 1ാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഏകദേശം 13 അടിയുള്ള നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോടുകൂടി തന്നെ ഡ്രസ്സിംഗ് ടേബിളൊക്കെ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് വാർഡ്രോബ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വുഡൻ പാനലിംഗ് ഒക്കെ നൽകിക്കൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 10 അടി നീളവും 8 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. എങ്കിൽ തന്നെയും ഇവിടെയും 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നല്ലൊരു പ്ലെയിൻ സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാം.
നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. മുഴുവനായി ഗ്രാനൈറ്റിൽ തന്നെയാണ് ഇവിടെ സ്റ്റെയർവേ ചെയ്തിരിക്കുന്നത്. കൂടാതെ വുഡൻ ടോപ്പ് നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഇങ്ങനെ മനോഹരമായൊരു ദൃശ്യം തന്നെയാണ്. ഗംഭീര ലുക്കിൽ ഒരു ഹാങ്ങിങ് ലൈറ്റും കൂടാതെ സീലിംഗ് വർക്കൊക്കെ മിക്സ് ചെയ്തുകൊണ്ടുള്ള നല്ലൊരു ഡിസൈൻ വർക്ക് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ വീടിൻ്റെ ഡബിൾ ഹീറ്റഡ് ഏരിയ കാണാവുന്നതാണ്. റെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ ഒരു സോഫ സെറ്റിയൊക്കെ ബിൽഡർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ സ്റ്റഡി റൂം ഒന്ന് കണ്ടു നോക്കാം. താഴെയായി ഒരു ടേബിളും സ്റ്റോറേജ് സ്പേസും മുകളിലും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് സ്റ്റഡി ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റഡി ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. സൈഡ് ഭാഗം GI ട്യൂബ് കൊണ്ടും റൂഫ് ടോപ്പ് അലൂമിനിയം ഷീറ്റ് കൊണ്ടും കവർ ചെയ്താണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഇവിടെ നമുക്ക് കാണാം. നമുക്കിനി ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഏകദേശം 12 അടിയോളം നീളം തന്നെയാണ് ഈ ബെഡ്റൂമിനും വരുന്നത്. ഇവിടെയും 3 പാളിയിലുള്ള വാർഡ്രോബ് തന്നെയാണ് ബിൽഡർ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു പ്ലെയിൻ സീലിംഗ് വർക്കും ഇവിടെയുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഈ റൂമിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് ഈ ബെഡ്റൂമിന് ഒരു ബെഡ്റൂം ബാൽക്കണി കൂടി ബിൽഡർ നൽകിയിട്ടുണ്ട്. ഏകദേശം 2 അടി വീതിയും ഏകദേശം 10 അടിയോളം നീളത്തിലാണ് ഈ ബാൽക്കണി കൊടുത്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി ഈ വീടിന്റെ 4ാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. 3ാമത്തെ ബെഡ്റൂം പോലെ തന്നെ അത്ര കണ്ട് വലിപ്പത്തിൽ തന്നെയാണ് 4ാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്കൊക്കെ ഈ റൂമിൽ നമുക്ക് കാണാനാവുന്നുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് 3ാമത്തെ ബെഡ്റൂമിൽ കണ്ടതുപോലെ തന്നെ ഒരു വലിയ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. മനോഹരമായൊരു ദൃശ്യം തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭ്യമാവുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഒരു മെയിൻ ബാൽക്കണിയിലേക്ക് കടന്നു ചെല്ലാം. ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ 2 കോമൺ ബാൽക്കണികളും അതുകൂടാതെ 2 ബെഡ്റൂം ബാൽക്കണികളുമാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ മുഴുവൻ നോക്കിയാൽ ടോട്ടൽ 4 ബാൽക്കണികളാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ വീട്ടിലെ അവസാന ബാൽക്കണിയാണ്. മഴവെള്ളമൊന്നും വീഴാത്ത രീതിയിൽ ഗ്ലാസ് വർക്കൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ബാൽക്കണി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിൻ്റെ വിലയെ പറ്റിയാണ്. 500 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2150 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി കൂടാതെ സ്റ്റഡി ഏരിയ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1,10 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.